ഇത്രയും ധൃതി പിടിച്ച് ഈ തോണ്ടി തോണ്ടി എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ചാനലും കൂടെ കയറി ഒന്ന് കണ്ടിട്ട് പോക്കൂടെ നിങ്ങൾക്ക്? ഞാനൊന്നൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഷ് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു അടിപൊളി ബീട്രൂട്ട് ഹൽവയായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൽവയൊന്നുമല്ല, നമ്മൾ അലുവ എന്ന് പറയും. ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് അലുവ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു പകുതി ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് അത് അരിഞ്ഞ് വരാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ഒന്ന് അരച്ച് എടുക്കണം. എന്നിട്ട് അതെന്താണ്, നമ്മളൊന്ന് അരിച്ചെടുക്കണം. ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ബീട്രൂട്ട് ജ്യൂസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിനകത്താണോ അരിച്ചെടുക്കുന്നത് ആ ഒരു ഗ്ലാസ് നിങ്ങൾ കൈ വെച്ചേക്കണം. കാരണം അതിൻ്റെ അളവിനായിരിക്കും ബാക്കിയുള്ള ചേരുവകളെല്ലാം നമ്മൾ ചേർക്കുന്നത്. ഇങ്ങനെ 1 കപ്പ് ബീട്രൂട്ട് ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ ഒന്നുമല്ല ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ മൈദയായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അല്ലല്ല, നിങ്ങളുടെ ചിന്തയെ തെറ്റിപ്പോയി. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിയും ബീട്രൂട്ട് ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടി ഇടയ്ക്കിടയ്ക്കൊന്നും കട്ടക്കട്ടയായിട്ട് കിടക്കാനൊന്നും പാടില്ല. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അത് മിക്സിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അവസാനം അലുവ അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഇപ്പോൾ ഏതോ ഒരു കളർ റെഡ് പോലത്തെ കളറായിട്ടുണ്ട്. ഈ കളറിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. റെഡാണ്, പക്ഷേ ഇതിനൊരു എന്തൊക്കെയോ ഒരു പേര് പറയും. അപ്പോൾ ഇനി അടുത്തത് ഒരു പാൻ വയ്ക്കുക. നമുക്കിതിന് മധുരം വേണമല്ലോ. നമ്മളിപ്പോൾ 1 കപ്പ് ബീട്രൂട്ട് ജ്യൂസാണ് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ആ 1 ഗ്ലാസിൻ്റെ 3/4 ഗ്ലാസ് വേണം പഞ്ചസാര നമുക്ക് വേണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചസാരയിലേക്ക് അത്രയും തന്നെ എത്രയാണോ പഞ്ചസാര എടുത്തത് അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 3-4 ഏലക്കയും കൂടെ ചതച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തീ കത്തിച്ചിട്ട് നമുക്കതൊന്ന് ഒരു പകുതിയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ എന്ത് ചെയ്തെടുക്കണം, നമ്മളിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ അരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇടത്തെ കയ്യിൽ ഫോൺ വെച്ചിട്ട് വലത്തെ കൈ വെച്ചാണ് ഇങ്ങനെ ഇളക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആ ഒരു എല്ലാം ഒന്നും എൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണ്ടി മാത്രം ചെയ്യണം. കാരണം ആ ബീട്രൂട്ടിൻ്റെ പച്ച ചുവയൊക്കെ മാറണം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ പച്ച ചുവയൊന്നും മാറത്തില്ല. സംഭവം അലുവയായിട്ടൊക്കെ വരും, ബീട്രൂട്ടിൻ്റെ പച്ച ചുവ മാറത്തില്ല. അതിന് വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ അത് കട്ടയായി കൊള്ളമായിട്ട് പോവും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടു. ഞാൻ നുറുക്കി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് മിസ്സായിപ്പോയി. ഇനി എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും വിട്ട് വരുന്നത് കാണാൻ പറ്റും പാനിൽ നിന്ന്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി അത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അലുവ കഷ്ണം എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതേപോലെ കുറച്ച് ഒരു തുള്ളിയോളം നെയ്യ് ചേർത്ത് ഏത് പ്ലേറ്റിലാണ് വെക്കുന്നത് അതിലേക്ക് തേച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ അതല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ കമത്തിയോ നേരെയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ചൂടോട് കൂടി തന്നെ ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് നല്ല അടിപൊളി അലുവ കഷ്ണം നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ചൂടോട് കൂടി ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടേക്കുന്നത്. അടിപൊളി മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടെ ആണ് കേട്ടോ. ഞാൻ ചുമ്മാ സംസാരിക്കുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. വാവ്, അടിപൊളിയായിട്ടുള്ള, ഞാൻ തന്നെ പറയാനല്ലേ വാവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇവള് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.